ടു ഓൾ ഓഫ് യു. അപ്പോൾ നമ്മുടെ ചാപ്റ്ററിൽ നെക്സ്റ്റ് പഠിക്കാനുള്ളത് റൗൾട്ട്സ് ലോ എന്ന് പറയുന്ന ഒരു ഏരിയ ആണ്. വളരെ സിമ്പിളായിട്ടുള്ളൊരു ടോപ്പിക്കാണ്. അതുപോലെ തന്നെ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ്. എന്താണ് റൗൾട്ട്സ് ലോ? അപ്പോൾ നമ്മളിവിടെ ഒരു സിസ്റ്റം കൺസിഡർ ചെയ്യുന്നുണ്ട്. ദിസ് ഈസ് എ സിസ്റ്റം കൺസിസ്റ്റ് ഓഫ് എ ആൻഡ് ബി. എ മീൻസ് സോൾവെൻറ്റ്, ബി സൊല്യൂഷൻ. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ഒരു സൊല്യൂഷൻസ് ആണ് കൺസിഡർ ചെയ്തത്. ഒരു ക്ലോസ്ഡ് സിസ്റ്റമാണ് അല്ലേ. ഇപ്പോൾ ഈ എയും ബിയും വോളട്ടൈൽ ആണെങ്കിൽ, മീൻസ് ഗ്യാസായിട്ട് കൺവേർട്ട് ചെയ്യുന്ന സബ്സ്റ്റൻസുകളാണെങ്കിൽ സ്വാഭാവികമായിട്ട് നമ്മുടെ എയും ബിയും ഇവിടെ പ്രഷറുകൾ ക്രിയേറ്റ് ചെയ്യും അല്ലേ. ഈ എയും ബിയും ഇവിടെ ഇതിൻ്റെ വാൾസിലൊക്കെ വന്നിട്ട് ഇടിക്കുന്നതിന് ഫലമായിട്ട് അതിനകത്ത് പ്രഷർ ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ ഇവിടെ നമ്മുടെ എ ഉണ്ടാക്കുന്ന പ്രഷറിനെയാണ് നമ്മൾ വേപ്പർ പ്രഷർ ഓഫ് എ എന്ന് പറയുന്നത്. ഓക്കെ, എയും ബിയും കൂടെ നമ്മളിവിടെ മിക്സ് ചെയ്യുന്നുണ്ട്. മിക്സ് ചെയ്യുന്ന സമയത്ത് എ ഉണ്ടാക്കുന്ന പ്രഷറാണ് വെബർ പ്രഷർ ഓഫ് എ. അതുപോലെ നമ്മുടെ ബി ഉണ്ടാക്കുന്ന പ്രഷറിനെ നമുക്ക് എന്ന് പറയാം വെപ്പർ പ്രഷർ ഓഫ് ബി എന്ന് പറയാം. ദെൻ എക്സ് എ അല്ലേ, എക്സ് എന്നുള്ള സൈന് നമ്മൾ മുമ്പേ പഠിച്ചാണ്. മോൾ ഫ്രാക്ഷൻസ് ഒരു കോൺസെൻട്രേഷൻ ടേംസ് ആയിരുന്നു അല്ലേ. അപ്പോൾ എക്സ് എ എന്ന് വെച്ച് കഴിഞ്ഞാൽ മോൾ ഫ്രാക്ഷൻ ഓഫ് എ. അതുപോലെ തന്നെ എക്സ് ബി അല്ലേ, എക്സ് ബി എന്താണ് മോൾ ഫ്രാക്ഷൻ ഓഫ് ബി എന്നുള്ളതാണ്. അപ്പോൾ എന്താണ് റൗൾട്ട്സ് ലോ എന്നുള്ളത് നമുക്ക് സിമ്പിളായിട്ട് മനസ്സിലാവുന്നുണ്ട്. ഇവിടെ എയുടെ പ്രഷർ മീൻസ് വേപ്പർ പ്രഷർ ഓഫ് എ എന്നുള്ളത് എപ്പോഴാണ് ഇൻക്രീസ് ചെയ്യുക? എക്സ് എ കൂടുമ്പോൾ. അത് മോൾ ഫ്രാക്ഷൻ ഓഫ് എ ഇൻക്രീസ് ചെയ്യുമ്പോൾ വേപ്പർ പ്രഷർ ഓഫ് എ എന്ത് ചെയ്യുന്നുണ്ട്? ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. അതുപോലെ നമ്മുടെ ബിയുടെ പ്രഷർ ഇൻക്രീസ് ചെയ്യപ്പോഴാണ് എക്സ് ബി കൂടുമ്പോഴാണ്. അപ്പോൾ മോൾ ഫ്രാക്ഷനും വേപ്പർ പ്രഷറും തമ്മിൽ ഇവിടെ ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ആണ് അല്ലേ. അതാണ് നമ്മുടെ റൗൾട്ട്സ് ലോ. ദാറ്റ് മീൻസ് പി എ ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു എക്സ് എ. അതായത് എക്സ് എ കൂടുമ്പോൾ മോൾ ഫ്രാക്ഷൻ ഓഫ് എ ഇൻക്രീസ് ചെയ്യുമ്പോൾ പ്രഷർ ഓഫ് എ ഇൻക്രീസ് ചെയ്യും. സെയിം വേ പ്രഷർ ഓഫ് അപ്പോൾ എയുടെ പ്രഷർ കൂടുമ്പോൾ പ്രഷർ കൂടുന്നത് മോൾ ഫ്രാക്ഷൻ ഓഫ് എ ഇൻക്രീസ് ചെയ്യുമ്പോഴാണ്. അതുപോലെ ബിയുടെ പ്രഷർ കൂടുന്നത് മോൾ ഫ്രാക്ഷൻ ഓഫ് ബിയുടെ മോൾ ഫ്രാക്ഷൻസ് ഇൻക്രീസ് ചെയ്യുമ്പോഴാണ്. അപ്പോൾ റൗൾട്ട്സ് ലോയിൽ മോൾ ഫ്രാക്ഷനും പാർഷ്യൽ പ്രഷറും തമ്മിലൊരു റിലേഷനാണ് റൗൾട്ട്സ് ലോ. So it states that the pressure of a component is directly proportional to its mole fractions എന്നുള്ളതാണ് നമ്മുടെ റൗൾട്ട്സ് ലോയിൽ പറയുന്നത്. ഓക്കെ, അത്രയും മനസ്സിലാക്കിയെടുക്കാം കേട്ടോ. ദെൻ ഇതിൽ നമുക്ക് ഐഡിയൽ സൊല്യൂഷൻ ആൻഡ് നോൺ ഐഡിയൽ സൊല്യൂഷൻ. അപ്പോൾ നമ്മുടെ ചാപ്റ്ററിൻ്റെ പേര് സൊല്യൂഷൻസ് എന്നുള്ളതാണ്. സൊല്യൂഷനുകൾ തന്നെ രണ്ട് തരം ഉണ്ട്. ഐഡിയൽ ആയിട്ടുള്ള സൊല്യൂഷൻസ് ഉണ്ട്, നോൺ ഐഡിയൽ സൊല്യൂഷൻസ് ഉണ്ട്. ഓക്കെ, ഇതിൻ്റെ ഡെഫിനിഷൻസ് വളരെ സിമ്പിളാണ്. ഒരു സൊല്യൂഷൻസ് എപ്പോഴാണ് ഐഡിയൽ ആയിട്ട് മാറുന്നത്? അത് 3 കണ്ടീഷൻസ് ഒബേ ചെയ്യണം. ഫസ്റ്റ് കണ്ടീഷൻ പറയുന്നത് ഇറ്റ് ഒബേ റൗൾട്ട്സ് ലോ. അതായത് റൗൾട്ട്സ് ലോനെ ഒബേ ചെയ്യണം എന്നുള്ളതാണ്. എന്താണ് റൗൾട്ട്സ് ലോ എന്നുള്ളത് നമ്മൾ പഠിച്ചെടുത്തു. അപ്പോൾ റൗൾട്ട്സ് ലോനെ ഒബേ ചെയ്യുന്ന മീൻസ് അനുകരിക്കുന്ന സൊല്യൂഷൻസ് ആണ് ഐഡിയൽ സൊല്യൂഷൻസ്. ഓക്കെ, അത് മാത്രം പോരാ. ഡെൽറ്റ വി എന്ന് പറയുന്ന ചേഞ്ച് ഇൻ വോള്യം ഡെൽറ്റ വി ഈക്വൽ 0 വരണം. സൊല്യൂഷൻസിൻ്റെ ഡെൽറ്റ വി 0 ആണെങ്കിൽ അത് ഐഡിയൽ ആയിട്ടുള്ള സൊല്യൂഷൻസ് ആണ്. അതുപോലെ ഡെൽറ്റ എച്ച് ചേഞ്ച് ഇൻ എൻതാൽപ്പി അല്ലെ. എച്ച് നമ്മൾ എന്താണ് ഡെൽറ്റ എച്ച് എന്നുള്ളതൊക്കെ നമ്മൾ മുമ്പത്തെ +1 ഡിസ്കസ് ചെയ്തതാണ്. സോ ഡെൽറ്റ എച്ച് 0 വരുന്ന സൊല്യൂഷൻസ് ആണ് ഐഡിയൽ സൊല്യൂഷൻസ്. സോ 3 കണ്ടീഷൻസ് ഫോർ എ സൊല്യൂഷൻ ടു ബിക്കം ഐഡിയൽ. It obey Raoult's law. Second one, delta H is equal to 0, delta V is equal to 0. Then അങ്ങനെയാണെങ്കിൽ എന്താണ് നോൺ ഐഡിയൽ സൊല്യൂഷൻ? നോൺ ഐഡിയൽ സൊല്യൂഷൻസ് ഇതിന് നേരെ ഓപ്പോസിറ്റ് ആണ്. വളരെ സിമ്പിൾ ഡെഫിനിഷൻസ് ആണ്. ഡു നോട്ട് ഒബേ റൗൾട്ട്സ് ലോ. ഇപ്പോൾ എല്ലാ സൊല്യൂഷൻസും റൗൾട്ട്സ് ലോനെ ഒബേ ചെയ്യാറില്ല. എന്താണ് റൗൾട്ട്സ് ലോ? മോൾ ഫ്രാക്ഷൻസ് കൂടുമ്പോൾ പാർഷ്യൽ പ്രഷർ കൂടും എന്ന് പറയുന്ന ഒരു ലോ ആയിരുന്നു റൗൾട്ട്സ് ലോ. ഇങ്ങനെ എല്ലാ സൊല്യൂഷൻസും റൗൾട്ട്സ് ലോനെ ഒബേ ചെയ്യാറില്ല. ചില ഏരിയകളിൽ റൗൾട്ട്സ് ലോ ഓക്കെ അല്ലാതെ വരുന്നുണ്ട്. അപ്പോൾ ആ സൊല്യൂഷൻസിന് എന്ത് നമുക്ക് പറയാം? നോൺ ഐഡിയൽ സൊല്യൂഷൻ. ദെൻ അതിൻ്റെ ഡെൽറ്റ വി നോട്ട് ഈക്വൽ 0, അതുപോലെ ഡെൽറ്റ എച്ച് നോട്ട് ഈക്വൽ 0. ഈ 3 കണ്ടീഷൻസ് വരുമ്പോഴാണ് ഒരു സൊല്യൂഷൻസ് നോൺ ഐഡിയൽ ആയിട്ട് മാറുന്നത്. ഇത്രയാണ് ഐഡിയൽ ആൻഡ് നോൺ ഐഡിയൽ സൊല്യൂഷൻസ്. ഓക്കെ, ക്ലിയർ ആയത് വിചാരിക്കണം. ദെൻ അടുത്തതായി നമുക്ക് ചാപ്റ്ററിൽ നോൺ ഐഡിയൽ സൊല്യൂഷൻസ് പ്രധാനമായിട്ടും
രണ്ടായിട്ട് തരംതിരിക്കുന്നുണ്ട്. ഏതൊക്കെയാണ്? പോസിറ്റീവ് നോൺ ഐഡിയൽ സൊല്യൂഷൻ, അതുപോലെ നെഗറ്റീവ് നോൺ ഐഡിയൽ സൊല്യൂഷൻ. പോസിറ്റീവായിട്ടുള്ള കേസുകളുണ്ട്, നെഗറ്റീവായിട്ടുള്ള കേസുകളുണ്ട്. ഇപ്പം നോൺ ഐഡിയൽ സൊല്യൂഷൻസിൽ നമ്മൾ ഒരു ഒരു കണ്ടീഷൻസ് പറഞ്ഞു അല്ലേ? ഡെൽറ്റ എച്ച് എന്നുള്ളത് 0 അല്ലാതെ വരണം എന്നാണ്. ഡെൽറ്റ എച്ച് നോട്ട് ഈക്വൽ 0 ആണ് അല്ലേ? നോട്ട് ഈക്വൽ 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീനിങ് പോസിറ്റീവ് ആവാം, നെഗറ്റീവ് ആവാം അല്ലേ? ഡെൽറ്റ എച്ചിൻ്റെ വാല്യൂ പോസിറ്റീവായിട്ടൊരു വില വരികയാണെങ്കിൽ, മീൻസ് +1, +2, +3 പോലെയുള്ള വാല്യൂസ് വരികയാണെങ്കിൽ അതാണ് പോസിറ്റീവ് നോൺ ഐഡിയൽ സൊല്യൂഷൻ. അതുപോലെ ഡെൽറ്റ എച്ചിൻ്റെ വാല്യൂ നെഗറ്റീവ് വരികയാണെങ്കിൽ നെഗറ്റീവ് നോൺ ഐഡിയൽ സൊല്യൂഷൻ. അതുപോലെ തന്നെയാണ് ഡെൽറ്റ ബിയുടെ കേസ്. ഇങ്ങനെ ഡെൽറ്റ എച്ചും ഡെൽറ്റ ബിയും പോസിറ്റീവായുള്ള വാല്യൂസ് വരുന്ന നോൺ ഐഡിയൽസ് ആണ് പോസിറ്റീവ് നോൺ ഐഡിയൽ സൊല്യൂഷൻ. നെഗറ്റീവ് നോൺ ഐഡിയൽ സൊല്യൂഷൻസ് എന്ന് പറയുമ്പോൾ എന്താണ്? ഡെൽറ്റ എച്ച് ആൻഡ് ഡെൽറ്റ ബി എന്നുള്ളത് നെഗറ്റീവായിട്ടുള്ള ഒരു വാല്യൂ വരികയാണെങ്കിൽ അതാണ് നെഗറ്റീവ് നോൺ ഐഡിയൽ സൊല്യൂഷൻസ്. ക്ലിയർ? പിന്നെ അതിൽ വേറെ കണ്ടീഷൻസ് പോസിറ്റീവ് നോൺ ഐഡിയൽ സൊല്യൂഷനിൽ അല്ലേ, നമ്മൾ റൗൾട്ട്സ് ലോ പഠിച്ചത് PA = P0A × XA എന്നുള്ളതായിരുന്നു അല്ലേ? അതിൽ PA പാർട്ട് മാക്സിമവും P0A × XA എന്ന് പറയുന്ന പാർട്ട് മിനിമവും വരുന്ന കേസുകളാണ് പോസിറ്റീവ് നോൺ ഐഡിയൽ. അതുപോലെ തന്നെയാണ് PB, നമ്മൾ റൗൾട്ട്സ് ലോയിൽ പഠിക്കുന്നത് PB = P0B × XB എന്നുള്ളതായിരുന്നു അല്ലേ? അപ്പോൾ അവിടെ എങ്ങനെ നമ്മൾ PB എന്ന് പറയുന്ന PB എന്ന് പറയുന്ന പാർട്ട് ഗ്രേറ്റർ ദാൻ ദാറ്റ് ഓഫ് P0 ആ ഭാഗത്തിനേക്കാളും മാക്സിമം വരികയാണെങ്കിൽ അത് നമുക്ക് അടുത്ത ക്ലാസ്സുകളിൽ ഡീപ്പായിട്ട് വരുന്നുണ്ട്, ആ സമയത്ത് പഠിക്കാം. സോ നോൺ ഐഡിയൽ സൊല്യൂഷൻസ് 2 ടൈപ്സ് വരുന്നുണ്ട്, പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ടൈപ്പ്. ഓക്കെ.